ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് നല്ല മടി പിടിച്ചിരിക്കുമായിരുന്നു. ആപ്പാടെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് മോള് വന്ന് വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പം അവിടെ പാനിപ്പൂരിയാണ് ചോദിച്ചത്. പക്ഷേ പാനിപ്പൂരി നോക്കിയപ്പോൾ എൻ്റെ മോള് മാത്രമേ ഉള്ളായിരുന്നു, മസാലയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേറെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് അമ്മ കുറച്ച് പാലട കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതങ്ങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം തപ്പിയപ്പോൾ ഉണ്ട്, ശർക്കര ഇരിപ്പുണ്ട്, എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ പരിപാടി അങ്ങ് ആവട്ടെ എന്ന് വെച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പാനിപ്പൂരിയുടെ ഗോളുണ്ടായിരുന്നു. അപ്പോൾ ഗോള് വറുത്തിട്ട് മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനെന്ത് ചെയ്താൽ ഫസ്റ്റിലെ കുറച്ച് അടപ്പി വെച്ചിട്ട് തന്നെ എല്ലാം ഗോളെല്ലാം റെഡിയാക്കി അവരെ അങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. എന്തായാലും സേമിയ ഉണ്ടാക്കുന്ന സമയത്ത് ലേറ്റായിട്ട് എനിക്കതിന് വലിയ പിടിയില്ലാത്തൊരു കാര്യമാണ് ഈ സേമിയ എന്താ പറയുക, അടപ്പായസം. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ ചെയ്തത്, മുന്നേ കുട്ടികൾക്ക് പാനിപ്പൂരിയുടെ ഗോളൊക്കെ ഉണ്ടാക്കി അവർക്കും കൊടുത്ത് അവരെ ഒരിടത്ത് ഇരുത്തി. പിന്നെ അല്ലെങ്കിൽ എനിക്ക് സമാധാനം എത്തില്ല. എൻ്റെ മോളാണെങ്കിൽ കൂടെ വന്നിട്ട് റെഡിയായോ എന്ന് ചോദിക്കും. ഇതാണെങ്കിൽ നല്ല താമസം എടുക്കും. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ അടയും ചവ്വരിയും ഒന്നും വെള്ളത്തിലിടാനും പറ്റിയില്ല, കുതിർത്ത് വെക്കാനും പറ്റിയില്ല. അന്നേരം എടുത്ത് പെട്ടെന്ന് വേവിച്ചെടുത്തതിന് കുറേ ടൈം എടുക്കും, നല്ല ടൈം എടുക്കും. സേമിയ ചവ്വരി വേകാൻ തന്നെ കുറേ ടൈം എടുത്തു, പിന്നെ അട വേകാൻ കുറേ സമയം എടുത്തു. പിന്നെ ഞാൻ പിന്നെ ശർക്കരയൊന്നും പാനിയാക്കാൻ നിന്നില്ല, ശർക്കരയെല്ലാം അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. എല്ലാം പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ സൺഡേയിൽ അങ്ങനെ ഒരു ഈവനിങ്ങിൽ ഫുഡ് അങ്ങനെയൊക്കെ പോയി. അല്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം തരത്തില്ല. എന്തെങ്കിലും ഉണ്ടാക്കി താഴെ ഞാൻ വെള്ളം കൊണ്ടിട്ട് നമ്മൾ തന്നെ പഠിപ്പിച്ച് വെച്ച പണിയാണിത്. പക്ഷെ ഒരു രക്ഷയില്ല, ഉണ്ടാക്കി പഠിക്കില്ലെങ്കിൽ പറ്റും. അപ്പം പിന്നെ ഇന്നത്തെ പരിപാടി ഇങ്ങനെ ആയി. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം നമുക്ക് മുന്നോട്ട് പോകില്ല. എല്ലാവരെ പോലെ നമുക്കധികം ചാനലൊന്നുമില്ല, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. താങ്ക് യു. ഏതാ
പായസമാ പായസം വേണ്ട. തിന്നണ്ട. എനിക്ക് വൈകിട്ട് പായസം മതി.